ട്രംപിന്റെ മുന്നറിയിപ്പ് സമയം അവസാനിക്കാനിരിക്കെ ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത ജാഗ്രത. പവർ പ്ലാന്റുകൾ ആക്രമിച്ച ഗൾഫ് മേഖലയിൽ തിരിച്ചടിയുണ്ടാകുമെന്നതിനാൽ നിരീക്ഷണം തുടരുകയാണ്. മുന്നറിയിപ്പ് സമയത്തിന് മുൻപേ തന്നെ ആക്രമണം നടക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇറാൻ. വരും മണിക്കൂറുകളിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന ഗൾഫ് രാജ്യങ്ങൾക്കും നിശ്ചയമില്ല. അഫ്താബ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഫ്താബ്, ആശങ്കയുടെ മുൾമുനയിലാണോ ഗൾഫ് രാജ്യങ്ങൾ? വിനിഷ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അല്പം മുമ്പ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞു വെച്ചത്, മുഹമ്മദ് ബഖർ ഗാലിബാഫ്, അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ഒരു യുദ്ധക്കുറ്റത്തിലേക്ക് പോകുന്നതിൽ നിന്നും യുഎസിന് പിന്മാറുകയായിരിക്കും നല്ലത്. കാരണം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് യുഎസ്, അതായത് അവരുടെ പവർ പ്ലാന്റുകളോ അതോടൊപ്പം തന്നെ സിവിലിയൻ കേന്ദ്രങ്ങളിലോ ഒക്കെ കൂടുതൽ രൂക്ഷമായ ആക്രമണം നടന്നാൽ, അവിടെ നരകമാക്കുന്ന പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ ഈ മേഖല ഒന്നാകെ നിന്ന് കത്തുമെന്ന് ഇറാനും ഈ ഒരു നിമിഷത്തിലും ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്. അത് തന്നെയാണ് ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറുകളിലെ ആശങ്ക. ട്രംപിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ഒരു ടൈം ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിന് മുന്നേ തന്നെ ആക്രമണം നടത്തുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. ചൊവ്വാഴ്ച രാത്രി 8 മണി എന്ന് പറയുമ്പോൾ അതുവരെ ട്രംപ് കാത്തിരിക്കുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കാരണം 37 ദിവസം പിന്നിട്ട ഈ യുദ്ധത്തിൽ ഇതുവരെ പിന്തിരിഞ്ഞു മാറാൻ ഇറാൻ ഏതെങ്കിലും നിലക്ക് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, യുഎസിനെ സംബന്ധിച്ചിടത്തോളവും ഇറാനെ സംബന്ധിച്ചിടത്തോളവും അഭിമാന പ്രശ്നം കൂടിയാണ് ഈ യുദ്ധം. കാരണം ഏകപക്ഷീയമായ ആക്രമണമാണ് നടത്തിയത് എന്ന് ഇറാൻ തുടക്കം മുതൽ പറയുകയാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലം നിലനിൽക്കെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അല്പം മുമ്പ്, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഏത് സാഹചര്യത്തിലും ഞങ്ങളുടെ ജനത ഈ സാഹചര്യത്തെ പ്രതിരോധിച്ച് തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിലുള്ള ഒരു പ്രശ്നം, ഇന്നിപ്പോൾ യുദ്ധത്തിന്റെ 37ാം ദിവസത്തിലും ഇസ്രായേലിനകത്തേക്ക് 1600 കിലോമീറ്റർ കടന്നുകൊണ്ട് മിസൈലുകൾ എത്തിക്കുവാനും ഹൈഫയിൽ ഇന്ന് വലിയ തോതിൽ നാശനഷ്ടം സൃഷ്ടിക്കുവാനും ഇറാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഏതാനും 10 മിനിറ്റാണ് ഏതാണ്ട് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈൽ എത്തുവാൻ എടുക്കുന്ന സമയം. പക്ഷേ ഏതാണ്ട് 30 സെക്കൻഡ് കൊണ്ട് അവർക്ക് ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം എത്തിക്കുവാൻ സാധിക്കും. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു യുദ്ധം കൂടുതൽ വ്യാപകമാകുന്ന തോതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഗൾഫ് മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കും, പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. എന്ന് മാത്രമല്ല, ഇതിപ്പോൾ UAE തീരത്തോട് ചേർന്നുകൊണ്ട് ഒരു കപ്പലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയതായിട്ടുള്ള വാർത്തകൾ വരുന്നു. UAEയിലേക്കും കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും സൗദിയിലേക്കും എല്ലാം തന്നെ തുടക്കം മുതലുള്ള ആക്രമണം ഏതാണ്ട് സമാനമായ സ്വഭാവത്തിൽ തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതുവരെ അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളെ പ്രതിരോധിക്കുവാനുള്ള, അല്ലെങ്കിൽ അതിന്റെ ശക്തി ക്ഷയിപ്പിക്കുവാനുള്ള ഒരു യുദ്ധത്തിൽ നിന്നും അവരുടെ പവർ പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് അവിടെ വൈദ്യുതി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ അത് ഗൾഫ് മേഖലയിലും വലിയ തോതിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ആശങ്ക ഗൾഫിലുടനീളമുണ്ട്. പക്ഷെ ഇതിനിടയിലും ചില ഗൾഫ് രാജ്യങ്ങളുടെ നീക്കം ശ്രദ്ധേയമാണ്. പല ഗൾഫ് രാജ്യങ്ങളും യുഎസിന് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹോർമസ് തുറക്കാനുള്ള നീക്കത്തിൽ നേരിട്ട് പങ്കാളികളാകുമെന്ന് പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ തോതിലുള്ള ഏറ്റുമുട്ടലിലേക്ക്, അല്ലെങ്കിൽ യുദ്ധം വ്യാപിപ്പിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള ആശങ്കയും ഗൾഫ് മേഖലയിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് 37 ദിവസമായി ഈ മേഖലയിലെ വ്യാപാര മേഖലയെ ഒന്നടങ്കം യുദ്ധം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പേർക്ക് തൊഴിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വ്യാപാര മേഖലയിൽ, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലടക്കം ആളുകൾക്ക് തൊഴിലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. വിപണിയിൽ ഉൾപ്പെടെ വിലക്കയറ്റം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം പ്രകടമായി തന്നെ പ്രവാസികളടക്കം അറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഈ ചൊവ്വാഴ്ച 8 മണി എന്ന് പറയുന്ന സമയത്തിനകം എന്തെല്ലാം സംഭവിക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളവും ഏറെ ആശങ്കാജനകമാണ്. ഗൾഫ് രാജ്യങ്ങൾ അതിന്റെ ജാഗ്രതയിലാണ്. ഗൾഫ് രാജ്യങ്ങളുടെ മുകളിൽ വ്യോമ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് യുഎസിന്റെ ഉൾപ്പെടെയുള്ള റഡാർ സംവിധാനങ്ങൾ, എയർഫോഴ്സ് സംവിധാനങ്ങൾ കൂടുതൽ നിരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ട്. ഏതായിരുന്നാലും മുൾമുനയിൽ തന്നെയാണ് ഗൾഫ്. വരും മണിക്കൂറുകളിൽ എന്തെല്ലാം സംഭവിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. വിനിഷ.